ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മുകേഷ് തന്റെ ആദ്യ ഭാര്യയെ മാനസികമായി പീഡിപ്പിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു, കൂടാതെ വീട്ടിൽ നിന്ന് വലിച്ചഴച്ച് പുറത്തേക്ക് എറിഞ്ഞു. ഇതൊന്നും ഞാൻ പറയുന്നതല്ല. തെന്നിന്ത്യൻ നടിയും പൊതുപ്രവർത്തകയുമായ മാളവിക അവിനാഷ് ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ആ ഇന്റർവ്യൂ കാണാനിടയായി, അതുകൊണ്ട് നിങ്ങളിൽ അതും കൂടെ എത്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. എന്തിന് ദേശീയ മാധ്യമങ്ങൾ എടുത്താൽ പോലും, ഇന്ത്യ ടുഡേയും റിപ്പബ്ലിക്കും ടൈംസ് നൗവും എടുത്താൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മോളിവുഡുമാണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം. 235 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമ ഇൻഡസ്ട്രി, അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രി മൊത്തം കുലുങ്ങിയിരിക്കുകയാണ്. നിരവധി നടന്മാർക്കും സംവിധായകന്മാർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. സീനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള നിരവധി നടിമാരാണ് ഡയറക്ടേഴ്സിനും ആക്ടേഴ്സിനുമെതിരെ ആരോപണങ്ങളായി വന്നിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നടിയായ മാളവിക അവിനാഷിനും പറയാനുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം സിനിമ ഇൻഡസ്ട്രി അങ്ങനെയാണ്. കഴിവിനോ ടാലന്റിനോ അവിടെ ഒരു പ്രസക്തിയുമില്ല. വേണ്ടത് റിലേഷൻഷിപ്പും ട്രസ്റ്റുമാണ്. അങ്ങനെയുള്ളവർക്ക് സിനിമ കൂടുതൽ കിട്ടും. നടനും MLAയുമായ മുകേഷിനെ കുറിച്ച് ആഞ്ഞടിക്കുകയായിരുന്നു മാളവിക അവിനാഷ്. തന്റെ ഉറ്റ സുഹൃത്തായ സരിത അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളും മാനസിക സംഘർഷങ്ങളും അടുത്തറിയാവുന്ന ഒരാളാണ് മാളവിക അവിനാഷ്. അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് മുകേഷിന്റെ സ്വഭാവശുദ്ധി നന്നായിട്ട് അറിയാമെന്നും അവർ പറയുന്നു. MLA സ്ഥാനത്ത് നിന്ന് പിണറായി സർക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നും അവർ പറയുന്നു. എന്തിനാണ് ഈ MLA കസേരയിൽ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ MLA സ്ഥാനം ഒഴിയാൻ മുകേഷിനോട് ആവശ്യപ്പെടണമെന്നും അവർ പറയുന്നു. KGF ഉൾപ്പെടെയുള്ള മികച്ച ചിത്രങ്ങളിൽ പ്രധാനമായുള്ള വേഷങ്ങൾ മാളവിക അവിനാഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1993 ജനം എന്ന ചിത്രത്തിലും നല്ലൊരു വേഷം തന്നെ മാളവിക അവിനാഷ് മലയാളത്തിൽ കാഴ്ചവെച്ചു. ഇനി എനിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് തൊട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി നന്നായിട്ട് കുലുങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ, അത് വേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പ്രൊഫഷണൽ ജലസിയുടെയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലോ പേഴ്സണൽ പ്രശ്നങ്ങളുടെ പേരിലോ ആരും ആരെയും കുറ്റവാളിയാക്കാതിരിക്കട്ടെ. താങ്ക് യു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.